ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. എയർ ഇന്ത്യയുടെ പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത ഉടനെ ഇറ്റ് ഗോട്ട് ക്രാഷ്ഡ് ആൻഡ് എല്ലാവരുടെയും ജീവനും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്രാഷ് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് കണ്ടപ്പോൾ അവിടുത്തെ പൈലറ്റ് വാസ് ഹെൽപ്ലെസ്. എന്തോ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി ബൈ വിച്ച് വാസ് ഹെൽപ്ലെസ്. അപ്പോൾ അയാൾ ഷൗട്ട് ചെയ്യുന്നത് മെയ്ഡേ 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 എന്ന് 3 പ്രാവശ്യം. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ മെയ്ഡേ പറയുന്നത് അയാൾ ഹെൽപ്ലെസ് ആ. ഹി കുഡ് നോട്ട് ഡു എനിത്തിങ് ടു സേവ് ദ പാസഞ്ചേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതേപോലെ ഞങ്ങൾ അനസ്തീഷ്യോളജിസ്റ്റിൻ്റെ ഒരു ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ മെയ്ഡേ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അൺകോൺഷ്യസ് ആക്കിയിട്ട് നമ്മൾ ട്യൂബ് ലങ്സിൻ്റെ ഉള്ളിൽ ഇടുമ്പോൾ ഈ ലാരിംഗോസ്കോപ്പി ചെയ്യുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെയ്ഡേ എക്സ്പീരിയൻസ് ഫോർ അസ്. കാരണം നമ്മൾ ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ എടുത്തിട്ട് ട്യൂബ് ഇടുമ്പോഴത്തേനും ആ ഒരു 5 മിനിറ്റ് കൊണ്ട് രോഗിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവൈവ് ആയാലും കൂടി ആ ബ്രെയിനിക്ക് 5 മിനിറ്റിന് ഓക്സിജൻ കിട്ടാതെ ബ്രെയിൻ ഡെത്ത് ആയി പോകും. പേഷ്യൻറ്റ് ചിലപ്പോൾ ജീവിക്കും, പക്ഷേ ബ്രെയിൻ ഡെത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പേഷ്യൻറ്റ് ഡെത്ത് ആവും, കാർഡിയക് അറസ്റ്റ് ആയി പേഷ്യൻറ്റ് ഡെത്ത് ആവും. അപ്പോൾ അതുപോലെ നമ്മൾ ഹെൽപ്ലെസ് ആണ്. ഈ ഫുഡ് പാർട്ടിക്കിൾസ് എടുക്കാതെ നമുക്ക് ട്യൂബ് ഇടാനും പറ്റില്ല, ഈ ഫുഡ് പാർട്ടിക്കിൾസ് കണ്ട് നമുക്ക് സക്ക് ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് എന്താ കാരണം? ഈ പേഷ്യൻറ്റ് പറഞ്ഞ കാര്യം അനുസരിക്കാത്ത കാരണമാണ് ഇങ്ങനെയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് നാച്ചുറലാണ്. നോബഡി ക്യാൻ ടേക്ക്. ഒരു പേഷ്യൻ്റ് എത്തായ ഒരാൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്. പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർക്ക് മാത്രമേ, ആ ഒരു അനുഭവം ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ കുറേ കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാം.